ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ടായ ഒരു ഫിലിപ്പിന സ്റ്റൈൽ ചീസ് കേക്കാണ്. ഷിഫോൺ കേക്കിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷിഫോൺ കേക്ക് ആയതുകൊണ്ട് നമ്മൾ എഗ് യോക്സും വൈറ്റ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ കേക്ക് ചെയ്യണത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 4 എഗ് യോക്സിൽ നമ്മൾ 1/4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഈ റെസിപ്പിയിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കേക്ക് ഫ്ലോർ യൂസ് ചെയ്യുന്നതാണ്. മൈദ വെച്ചിട്ടും ചെയ്യാം. ഇനി കേക്ക് ഫ്ലോർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്താൽ കേക്ക് ഫ്ലോറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫ്ലോർ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ 4 എഗ് വൈറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഇനി അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നല്ല സ്റ്റിഫ് പീക്സ് വരുന്ന വരെ ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് 1-2 സ്പൂണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോറിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതൊന്ന് കമ്പൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എഗ് വൈറ്റ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഫ്ലോർ മിക്സ്ഡും അതുപോലെ എഗ് വൈറ്റിൻ്റെ ചെറിയൊരു പോർഷനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഗ് വൈറ്റ്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ നമ്മളിതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, എല്ലാം നല്ല കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 170 ഡിഗ്രിയിൽ 40 to 45 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം പാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ്സ് ഈ പാനിൽ തന്നെ ഇതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതിനൊരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ട് നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറിലുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വനില എസൻസും അതുപോലെ ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വനില പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം കുറച്ച് മധുരം ഉള്ളതാണ്, നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് ഓൾറെഡി ഷുഗർ ഉള്ളതായതുകൊണ്ട് ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ കേക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പകുതി എടുത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഹാഫും കൂടെ വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് അതിനൊന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഭയങ്കര നീറ്റായിട്ടൊന്നും വേണമെന്നില്ല, കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ ചെദാർ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ല. ഇനി ഇതേപോലെ ചെദാർ ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മൊസറല്ല ചീസും യൂസ് ചെയ്യാം, ചെദാർ ചീസ് അവൈലബിൾ അല്ല എങ്കിൽ. പക്ഷേ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ചീസ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇനി ഇതിനെ നമ്മൾ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.